വണ്ടി ഇടറാ, അങ്ങോട്ട് പോവാം. കണ്ടോ? ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഐ ലവ് കോബാറാണ്. ആരാണ് ഗൈസ് ഈ ഐ ലവ് മിനിയൂട്ടി, ഐ ലവ് പെരിന്തൽമണ്ണ, ഐ ലവ് മോങ്ങം വരെയുണ്ട്, ഐ ലവ് കോബാറാന്ന് കണ്ടുപിടിച്ച് എല്ലായിടത്തും കാണാം നമുക്ക് ഐ ലവ്. അപ്പുറത്ത് കടൽ, ഇപ്പുറത്ത് ഞങ്ങൾ. ഇപ്പം നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ജസ്റ്റ് ഒരു എല്ലാവരും എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ട്, നോമ്പ് തുറക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഇവിടെ നോമ്പ് തുറക്കുന്നില്ല. കണ്ടോ, നല്ല വ്യൂ, സോ നൈസ്. ആൻഡ് ഹിയർ വൺ മാൻ ഈസ് സിറ്റിംഗ്. എക്സ്ക്യൂസ് മീ, വിശ്വ. Then guys, how's my outfit? Nice അണ്ണാ. Okay, then നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്ത് കൂടെ നടന്നു നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ എന്താ വണ്ടി നിർത്തി ഈ സൈഡിലാണ് നിൽക്കുന്നത്. നമുക്ക് അവിടെ പോയാലാണ് കുറച്ച് വ്യൂസും കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒരു ഹട്ട് പോലെയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. Guys, this is my new outfit actually. I show you the full frame. Tan tanan, tan tanan. അപ്പോൾ നമുക്ക് ഈ നഗരത്തിൽ നിന്നും വേറൊരു നഗരത്തിലേക്ക് മാറാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അവിടെ ഇവിടെ ഇപ്പോൾ ഒരു ബീച്ച് വ്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റെസ്റ്റോറൻറ്റും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറാം. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഷറോഫൻ പാർക്ക്. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ റമദാൻ സീസൺ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ല. കുറച്ച് നല്ല കാമായിട്ട് ക്വയറ്റായിട്ട് നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ലിറ്റിൽ ഫ്ലവേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ നൈസ്. കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. ആൻഡ് ഗൈസ്, ഇത് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങാൻ കാരണം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് പോസ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമിലാണ് കേട്ടോ. ഇങ്ങനൊരു ഔട്ട്ഫിറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇട്ടിട്ടില്ല ഞാൻ അതുവരെ. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ജംപ് സ്യൂട്ടിലും ബാബാ സ്യൂട്ടിലൊക്കെ ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി ഐ ലൈക്ക് സോ മച്ച്. ഇതിൻ്റെ ഒരു സീസൺ ഉണ്ടായിരുന്നു അല്ലേ, ജംപ് സ്യൂട്ടും ബാബാ സ്യൂട്ടൊക്കെ ഇറങ്ങിയ ഒരു സമയത്തൊക്കെ ഇതിട്ട് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ചില ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തുകൊണ്ട് അങ്ങനെ ഇത് നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഔട്ട്ഫിറ്റ് വിയർ ചെയ്യുന്നത്. പിന്നെ ഈ പാർക്ക് നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. സോ നൈസ് ടു സീ ഗൈസ്. അങ്ങനെ നമ്മൾ നൈറ്റായി നമ്മളിതാ ഇവിടെ ഇങ്ങനെ കുറച്ചൊരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഏരിയയിൽ തന്നെ നമുക്ക് കുറേ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹോട്ടലുണ്ട്. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ നമുക്ക് നല്ല ഹോട്ടലൊക്കെ കിട്ടും. പിന്നെ അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു സ്ഥലമുണ്ട്. ഒരു സൂക്ക് പോലെയാണ്. ഓക്കെ, നമുക്കിവിടെ സ്റ്റാർബക്സും ഉണ്ട്. പിന്നെ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഭംഗിയുള്ള സൂക്കുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദർ. ആക്ച്വലി ഇവിടെ നമ്മൾക്ക് നോമ്പ് തുറന്ന സമയം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിട്ടാണ് നമുക്കിപ്പോൾ ഇതൊന്നും ഓപ്പൺ അല്ലാത്തത്. കുറച്ചുകൂടി ഷോപ്പ് നമുക്കിവിടെ ഓപ്പൺ ആവാനുണ്ട്. ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാലാണ് നമുക്കിവിടെ ഇതൊക്കെ ഓപ്പൺ ആവുക. ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഒരു സൂക്ക് പോലെയാണ് കേട്ടോ. കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഹായ്, ഇവിടെ നമുക്കൊരു പാത ഷോപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് കോഫി, ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഭയങ്കര എംപ്റ്റി ആയി കിടക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്ന് എടുക്കാം. നല്ല ഭംഗിയുള്ള ഏരിയയാണ്. പോസ് ചെയ്യാണോ? എക്സ്ക്യൂസ് മീ മാൻ, നിങ്ങൾ പോസ് ചെയ്യുകയാണോ? ആണെങ്കിൽ ഫോട്ടോ എടുത്ത് തരാം. ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. എടുക്കട്ടെ? ഇതേതാ പോസ്? ഓഫ്,
ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൂമിൽ പോവാം. അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് തോന്നുന്നു. ലെറ്റ്സ് ഗോ ദർ. ഗൈസ്, ഇവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ജ്വല്ലറി ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത്. നല്ല രസമുള്ള ഓർണമെന്റ്സ് ആണ്. രസമുള്ളത് വേണോ? നോക്കണ്ടല്ലേ, പിന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ആരാണ് ഈ ഒരു നിശബ്ദമായ സ്ഥലത്ത് നിന്ന് മ്യാവ് എന്ന് പറയുന്നത്? ആരെന്തോ പൊണ്ണേ? ആരും ഇല്ലാത്ത കാമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു പൂച്ച മ്യാവും മ്യാവും എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. എങ്ങനെയും എന്നെ രക്ഷപ്പെടുത്തൂ നസീഫ, രക്ഷപ്പെടുത്തിയാലോ? സൗദിക്കാരൻ നമുക്ക് ഒരു 40 ലക്ഷം റിയാൽ എന്നാലോ? ചടി നിന്നോ, ഞാനും അടിയിൽ നിൽക്കാം. എന്നിട്ട് ഇത് ആരിലൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടൂ പ്ലീസ്. എന്നിട്ട് ആരിലൊക്കെ ഞങ്ങൾക്ക് തരൂ. ഇവിടെ പൂച്ചനെയൊക്കെ രക്ഷപ്പെടുത്തിയാൽ നമുക്ക് ഭയങ്കര പ്രസൻറ്റേഷൻ കിട്ടും. അതെന്താ ഗൈസ് അവൾ പറയുന്നത്? ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്നാണോ? അതൊന്നും ഡൗട്ട് ചോദിക്കാനോ അറിയില്ല. ഓ, ഐ തിങ്ക് ദേ ആസ്കിങ് ഫോർ എ വേ. ദേ പോണവൻ, പിടിയിടാവനെ. ഓക്കെ, അപ്പം നസീഫ് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഗൈസ്, അറബിയാണെന്ന് തോന്നുന്നു ഈ പെണ്ണ്. അറബി അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലിടപെടാറില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്കൊന്ന് കാച്ചാമായിരുന്നു. ചെറിയ തോതിലൊക്കെ അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എടാ ഇങ്ങ വാടാ. അതായത് പൂച്ച പറയുന്നത് എനിക്കൊന്ന് താഴെ ഇറങ്ങിയിട്ട് വേണം, ഈ കടകളൊക്കെ തുറന്നു കഴിഞ്ഞാലേ ഞാൻ ഇറങ്ങുള്ളൂ, അപ്പോഴാണ് ഇതിൻ്റെ ഡ്യൂട്ടി ആരംഭിക്കുക എന്നാണ് പറയുന്നത്. തോന്നുന്നു ഇവിടുത്തെ ഒരു മെയിൻ വളണ്ടിയർ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല ഒരു കോളർ, ഒരു ടാഗ് ഇട്ട് കൊടുത്താൽ ഇവിടെ സെറ്റാണ് ആ പൂച്ച. ആ പെണ്ണിനെ ഞാൻ എങ്ങോട്ടോ വഴി പറഞ്ഞു കൊടുത്തിരിക്കണം. ഇനി ആ പെണ്ണ് നമ്മളെ കാണരുത് എന്ന്. നസീഫിന് ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്, വഴി തെറ്റായിട്ടാണോ പറഞ്ഞു കൊടുത്തത് എന്ന്. ശരിയല്ലേ പറഞ്ഞെടുത്ത്? തെറ്റിയണോ? തെറ്റിയിട്ടുണ്ടാവില്ല, എന്നാലും എങ്ങാനും തെറ്റാണെങ്കിൽ. കാരണം നമ്മളിവിടെ അങ്ങനെ വരാത്തൊരു പ്ലേസ് ആണ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്പോട്ടൊക്കെ ഒരുപാടുണ്ട്. ഫോട്ടോക്കും ഒരുപാട് സ്പോട്ട് നല്ല രസമുള്ളുണ്ട്. പിന്നെ ഇവിടെ ആർട്ടിൻ്റെ ഒരു സംഗതി ഉണ്ട്. ഒന്നും ഇവിടെ ഓപ്പൺ ആയിട്ടില്ല, കണ്ടോ? ഇത് നമുക്കിപ്പോൾ ഇവിടെ ആർട്ടിസ്റ്റ് വന്നിട്ടില്ല. നോമ്പ് തുറന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഗൈസ്, നിങ്ങൾ പറഞ്ഞ വഴി തെറ്റാണെന്ന് പറഞ്ഞിട്ട് നസീഫിനെ ചീത്ത പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങോട്ട് തിരിച്ചെത്തി വന്നു. എന്ത് പറ്റി മല്ലയ്യ? ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ ഒരു ലേഡി ഇപ്പോൾ. അപ്പോൾ ലെറ്റ് us ഹെൽപ്പ് her. ഐ തിങ്ക് അവൾ ഏതോ ഒരു പെർട്ടിക്കുലർ സ്പോട്ട് കണ്ടുപിടിക്കാൻ തോന്നുന്നു. അത് എവിടെയാണ് നമുക്ക് തന്നെ വലിയ ഐഡിയ ഇല്ല. സോ ഗൈസ്, ലെറ്റ്സ് സിറ്റ് ഹിയർ. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആരും വരാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു ഫ്രീഡം കിട്ടുന്നത്. നമ്മളെല്ലായിടത്തും പോയിരിക്കും, ഇവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. വേണമെങ്കിൽ നമുക്ക് അവിടെ ആർട്ടിസ്റ്റ് പോലെ പെയിൻറ് ചെയ്യാം. എന്ത് തെറ്റിയോ? അതിന് ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ. കുറേ നടക്കുന്നതായിരിക്കും ടെൻഷൻ. ദെൻ ഗൈസ്, ഇവിടെ നോക്കൂ, ഒരു ചെറിയൊരു കുഞ്ഞു ഷോപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് കുർത്തീസൊക്കെ വരുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ട്രഡീഷണൽ വിയേഴ്സും ഉണ്ട്, നമുക്ക് വെസ്റ്റേണിലായിട്ടുള്ള ടൈപ്സും ഉണ്ട്. പക്ഷെ ഇവിടെ ആളില്ല. ആനന്ദ
ആരുമില്ലാത്തോണ്ട് നമുക്ക് എന്തും ചെയ്യാം. അയ്യോ ഗൈസ്, അത് നസീഫാണെന്ന് കരുതി, പക്ഷെ അത് നസീഫല്ല. അപ്പം അയാൾ കണ്ടു കേട്ടോ, ചിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരറിയില്ലല്ലോ. സോ നോ ടെൻഷൻ, നോ വറീസ്, ലെറ്റ്സ് കണ്ടിന്യൂ. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചപ്പോൾ ഒരൊറ്റ മനുഷ്യന്മാരില്ലായിരുന്നല്ലോ. ഇപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നു. ഓ, ഇപ്പം നമുക്ക് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു ചെറിയ കുഞ്ഞു ബ്രിഡ്ജ് ഉണ്ട് ഗൈസ്. സീ ദ ബ്രിഡ്ജ്. അപ്പുറത്തേക്ക് ചാടി കടന്നാലോ ഞാൻ ആലോചിച്ചതാണ്. ടും പക്ഷെ ഇൻ്റെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ചാടി കടന്നാൽ ഞാൻ തോട്ട് കിടക്കണ പോലെ ഉണ്ടാവും ഗൈസ് വീണാൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേർ വഴിയിലൂടെ പോവാം, സഞ്ചരിക്കാം. എന്തിനാ വെറുതെ സാഹസികം കാണിക്കണത്? അതൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കാണിച്ചാൽ പോരെ. ഇവിടെ കാണിച്ചാൽ ആരും നമ്മൾ തിരിഞ്ഞു നോക്കൂല. നമ്മളെ നാട്ടിലാണെങ്കിൽ ആരൊക്കെ തിരിഞ്ഞു നോക്കി നമ്മളൊക്കെ ഏറ്റെടുത്ത് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒക്കെ ചെയ്യും. ഇവിടെ ആരും നോക്കും. അദ്ദേഹം ഒരു ചിരിച്ചിട്ട് കൊണ്ടുപോകും. അത്രേ ഉണ്ടാവുള്ളൂ. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പോൾ കുറേയൊക്കെ ഇവിടെ ഓപ്പൺ ആവൽ തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഓരോ ഷോട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല ലൈറ്റിലൊക്കെ നിന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ആക്കിയാൽ വേറെ ലെവലാവും എന്ന് തോന്നുന്നു എനിക്ക്. ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു വരാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും നമ്മളുടെ യാത്ര തുടർന്നു. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട്. കുറേ ഒരു ഏരിയയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ട്. ഇഷ്ടം പോലെ കഫേയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. കുറേ കഫേയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. കൂടുതലായിട്ടും കഫേ തന്നെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ എത്തിയല്ലോ. കറങ്ങി നമ്മളങ്ങനെ ഫ്രണ്ടിലെത്തി. നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു, നമ്മളെപ്പോഴാണ് ഫ്രണ്ടിലേക്ക് എത്തുക, ഏത് വഴിയാണ് നമ്മൾ വന്നത്, വല്ലത് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മൾ ഫ്രണ്ടിലെത്തി കേട്ടോ. അപ്പോൾ see you on next vlog. Bye ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ